സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ശുചിമുറിയുടെ ചുമരിടിഞ്ഞ് വീണ് യുവാവ് മരിച്ചു. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മാവൂരിലും ഇടുക്കി മാങ്കുളത്തും റോഡ് ഇടിഞ്ഞു താണു. കൂടുതൽ വിവരങ്ങളുമായി കാലാവസ്ഥയുടെ മുന്നറിയിപ്പുകളുടെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ. എസ്കാൻ, ഗുഡ് ഈവനിങ്. എസ്കാൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പലയിടങ്ങളിലുമുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലും മഴ കനത്തേക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പായി പറയുന്നത്. ഓറഞ്ച് അലർട്ട് നേരത്തെ 3 ജില്ലകളിലായിരുന്നെങ്കിൽ അത് പുതുക്കിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് കൂടുതൽ ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ട് അനുസരിച്ച് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും മണിക്കൂറുകളായി ഈ മലയോര മേഖലയിൽ, ഈ പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലയിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. വയനാട് ഇന്നും നാളെയും കൂടി വയനാട് ഓറഞ്ച് അലർട്ട് ഉണ്ട്. നാളെ ഇടുക്കിയിലും മലപ്പുറത്തും വയനാടിന് പുറമെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ആകെ 11 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴ ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നാളെ നൽകിയിട്ടുണ്ട്. എസ്കേൻ, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലുമൊക്കെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ ലഭിച്ച ഇടങ്ങളാണ് ഇവിടെ. അവിടെയൊക്കെ ഈ മണ്ണിടിച്ചിലുണ്ടാകാനും ഉരുൾപൊട്ടലുണ്ടാകാനും അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും 3.6 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായത്. അതിൻ്റെ പ്രധാന കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിൻ്റെയും തെക്കൻ ഒഡീഷ തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് അടുത്ത 24 മണിക്കൂറിൽ അത് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലേക്കുള്ള പടിഞ്ഞാറൻ കാറ്റ് ശക്തിയാർജിക്കുന്നതാണ് ഇത്തരത്തിൽ കാലവർഷം വീണ്ടും സജീവമാകാൻ കാരണം. എന്താണെങ്കിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും മധ്യ കേരളത്തിലെ ചിലയിടങ്ങളിലും മലയോര മേഖലയിൽ അടക്കമുള്ള ചിലയിടങ്ങളിലും ജാഗ്രത തുടരണം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴ കേരളത്തിൽ പല ജില്ലകളിലും തുടരുന്ന സാഹചര്യത്തിൽ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും ഈ അവധി ബാധകമല്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നു. തൃശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കും ഈ അവധി ബാധകമാണെന്ന് ഇപ്പോൾ അറിയിപ്പ് വരുന്നു.